മേഖലയിലെ 610 കുടുംബങ്ങളുടെ ഭൂമി പ്രശ്നം ഇപ്പോ അതിഭയാനകമായ ഒരു വർഗീയ പ്രശ്നം കൂടിയാണ്. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നോട്ടീസ് നൽകിയ ഹൈബി ഈഡൻ MP ഇപ്പോൾ നേരിടുന്ന സൈബർ അതിക്രമം അത് അത്യന്തം നീചവും നിന്ദ്യവുമാണ്. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി നടത്തിയ പഴയ നീക്കങ്ങളും സ്വന്തം ജീവിത പങ്കാളി അവർക്കായി നടത്തുന്ന നിയമയുദ്ധവും ഒക്കെ വിവരിച്ചിട്ടും ഹൈബി ഈഡനു നേരെയുള്ള അധിക്ഷേപങ്ങൾക്ക് കുറവില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ ഹൈബിയെ കുരിശിലേറ്റുന്നത് ഇടവക വികാരി കൂടിയാണ് എന്നതിനാൽ ഈ വിഷയം അതിന്റെ എല്ലാ സീമകളും ലംഘിക്കുകയാണ്. അയോധ്യയോ ഗ്യാൻവ്യാപിയോ പോലെ ഇവിടെ വിശ്വാസങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, ഭൂമിയുടെ അവകാശം മാത്രമാണ് വിഷയം. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഭൂമി തർക്കത്തിലും മതം കലരുമ്പോൾ എന്താണ് മുനമ്പം ഭൂമിയിലെ വസ്തുത എന്ന് ആദ്യം നോക്കാം. ഗുജറാത്തിൽ നിന്ന് വന്ന അബ്ദുൽ സത്താർ മൂസ ഹാജി സേഠിന് 1902 ഈ ഭൂമി തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകുന്നത്. മത്സ്യകൃഷി നടത്താനായി 404 ഏക്കർ കരഭൂമിയും 60 ഏക്കർ കായലും നൽകുന്നു എന്നായിരുന്നു പാട്ടക്കരാറിലെ വ്യവസ്ഥ. അതോടൊപ്പം ആ കരാറിൽ സാധാരണ പതിവില്ലാത്ത ഒരു വരി കൂടി ഉണ്ടായിരുന്നു. നിലവിൽ ഈ ഭൂമിയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ കൈവശം വച്ചിരിക്കുന്ന സ്ഥലം ഒഴികെയുള്ളവ മാത്രമേ സേഠിന് ഉപയോഗിക്കാനാകൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതോടെ ഒരു കാര്യം വ്യക്തമായി, 120 വർഷം മുൻപ് തന്നെ നിരവധി മത്സ്യത്തൊഴിലാളികൾ ആ ഭൂമിയിൽ താമസിക്കുന്നുണ്ട് എന്ന്. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പങ്ക് മത്സ്യത്തൊഴിലാളികളുടെ കയ്യിലായിരുന്നു. അതുകൂടാതെ കടലെടുത്തു പോയ ഭൂമിയും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെട്ട 1924 മഹാപ്രളയം. അന്ന് ഇതിൽ പകുതിക്കടുത്ത് ഭൂമി കടലെടുത്തു. ആധാരത്തിൽ പണ്ടാരവക എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്തിൽ 40% മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നാണ് സർക്കാർ രേഖകൾ. പണ്ടാരവക എന്നാൽ കൊട്ടാരം വക എന്നാണ് അർത്ഥം. കരയും കായലും ചേർന്നുണ്ടായിരുന്ന 404 ഏക്കറിൽ 117 ഏക്കർ മാത്രമേ ഇപ്പോൾ പ്രദേശത്ത് കാണാനുള്ളൂ. അതാണെങ്കിൽ 610 പേരുടെ കൈകളിലും. 1948 സേഠിന്റെ മകനായ സിദ്ദിഖ് സേഠ് ഇടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ ആധാരം രജിസ്റ്റർ ചെയ്തു. ഇതനുസരിച്ച് ഭൂമി ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യത്തിനായി നൽകുന്നു എന്നാണ് എഴുതിയിരുന്നത്. മാത്രമല്ല, കോളേജ് ഇല്ലാതാവുകയോ ഈ ഭൂമി ഉപയോഗിക്കാതെ വരികയോ ചെയ്താൽ സേഠിന്റെ പിന്മുറക്കാർക്ക് മടക്കി നൽകണമെന്നും ആ ആധാരത്തിലുണ്ടായിരുന്നു. 1958 EMS സർക്കാർ പാട്ടഭൂമികളിലെ കുടിയാന്മാർക്ക് അവകാശം തീരെഴുതി നൽകിയപ്പോൾ ഇവിടെ നിരവധി പേർക്ക് ആധാരം കിട്ടി. ചിലർ 48 ഇടപ്പള്ളി ആധാരത്തിന് മുൻപ് തന്നെ ഉടമസ്ഥാവകാശം നേടിയവരായിരുന്നു. ചിലർ 89 ശേഷം ഫറൂഖ് കോളേജിൽ നിന്ന് തന്നെ തീരാധാരമായി ഭൂമി വാങ്ങിയതായി അവകാശപ്പെടുന്നു. ഏതായാലും 610 കുടുംബങ്ങൾ കരമടച്ച് താമസിക്കുന്ന ഇവിടെ 1000-ലേറെ ആധാരങ്ങളുണ്ട്. 1948 ഇടപ്പള്ളിയിൽ രജിസ്റ്റർ ചെയ്ത ഭൂമി വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് കേരള വഖഫ് സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് 2019 71 വർഷം കഴിഞ്ഞ് നൽകിയ ആ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളി. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ആ വിധി സ്റ്റേ ചെയ്തു. അതോടെ ഈ 610 ഭൂ ഉടമകൾക്കും കരം കെട്ടാൻ കഴിയാത്ത സ്ഥിതി വന്നു. ഇതോടെ വിൽപ്പനയോ ബാങ്കിൽ ഈട് വെച്ച് വായ്പയെടുക്കലോ ഒക്കെ അസാധ്യമായി മാറി. കുടിയിറക്കപ്പെടുമെന്ന വ്യാപക പ്രചാരണം കൂടിയായതോടെ മേഖലയിൽ സമ്പൂർണ്ണ അരാജകത്വമായി. വഖഫ് ഭൂമിയാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം 2. കോളേജിന് വേണ്ടെങ്കിൽ അവകാശികൾക്ക് തിരികെ നൽകണം എന്നെഴുതിയ ഭൂമി വഖഫ് അല്ല എന്നാണ് ഒരു നിർവചനം. വഖഫിന് അഥവാ ദൈവത്തിനായി നൽകുന്ന ഭൂമി ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് വഖഫ് അല്ല എന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ കോളേജിനുള്ള ട്രസ്റ്റിന് നൽകിയതോടെ തന്നെ അത് വഖഫായി എന്നാണ് മറുവാദം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. 1902 കൈമാറുമ്പോൾ തന്നെ അതിൽ താമസിക്കുന്നവർക്ക് അവകാശം നൽകണമെന്ന് പറഞ്ഞ ഭൂമിയിൽ ആ അവകാശം കൂടി നിലനിൽക്കില്ലേ? കടലെടുത്തും കായലായും പോയ ഭൂമി കൂടി തീരാധാരം വേണമെന്ന കേസ് എത്രമാത്രം നേർചിന്തയിൽ നിന്നുണ്ടായതാണ്? ഇത്തരം കാര്യങ്ങളിലൊക്കെ കോടതി ഉത്തരം പറയട്ടെ. പക്ഷേ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിലകൊള്ളുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് മുനമ്പത്തെ 610 പേർക്കായും നിലകൊണ്ടുകൂടാ?
ഹൈബിയുടെ എം പി എന്നല്ല, ഏതൊരു വ്യക്തിക്കും ഒരേ സമയം ഈ രണ്ടു നിലപാടും സ്വീകരിക്കാവുന്നതേയുള്ളൂ. അതിനാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്ന ഹൈബിയുടെ ഇസ്ലാമിക തീവ്രവാദിയായി ചിത്രീകരിച്ച് വീഡിയോകൾ ഇറക്കുക, ആ വീഡിയോകൾ വഖഫ് വൈപ്പിൻ എന്ന പേരിൽ ഉണ്ടാക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുക, ഇതൊന്നും ഒട്ടും നിഷ്കളങ്കമായ കാര്യങ്ങളല്ല. സഭ ഈ കേസിൽ തീർപ്പുണ്ടാക്കേണ്ടത് നിയമപരമായ മാർഗങ്ങളിലൂടെ ആകണം. എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്ത ജനപ്രതിനിധികളെ കുരിശിലേറ്റുന്നത് ചില അജണ്ടകളുടെ മാത്രം ഭാഗമാണ്. അവിടെ അട്ടിമറിക്കപ്പെടുന്നത് നമ്മുടെ ജനാധിപത്യം തന്നെയാണ്. മതേതരത്വ ശീലങ്ങളെ ദുർബലമാക്കി വലിച്ചു കീറാനുള്ള ശ്രമങ്ങൾ ആരുടെ നേട്ടത്തിന് വേണ്ടിയാണെങ്കിലും അത് തിരിച്ചറിയാനുള്ള കെൽപ്പുണ്ടാകണം. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും